എയോട്ടയുടെ ഷൂട്ടിങ്ങിനാണ് ആദ്യമായിട്ട് ഞാൻ ഒരു AC കാറിൽ കയറുന്നത്. അന്ന് പ്രൊഡ്യൂസർ മണിയമ്പിള്ള രാജചേട്ടൻ ഒരു സെക്കൻഡ് ഹാൻഡ് അംബാസഡർ കാർ വാങ്ങിച്ച് ഫുൾ പണിയൊക്കെ ചെയ്ത് പെയിൻ്റ് അടിച്ച് AC ഒക്കെ വെച്ചിട്ട് ആ വണ്ടി ലാലേട്ടന് പോകാൻ വേണ്ടിയിട്ട് ആ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് അതിനകത്തൊരു കഥയുണ്ട്, അതും പറഞ്ഞുതരാം. അപ്പോൾ എയോട്ടയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും കൂടെ ആയി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതുകൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ 3 ദിവസം മുമ്പേ ഞങ്ങളൊക്കെ പോയി. ഞാൻ കോന്നിയൂർ ഭാസ്, അദ്ദേഹം നല്ല പാട്ടൊക്കെ എഴുതുന്ന ആളായിരുന്നു, അദ്ദേഹം അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, അദ്ദേഹം മരിച്ചുപോയി. കോന്നിയൂർ ഭാസ്, പിന്നെ മണിയമ്പിള്ള രാജചേട്ടൻ്റെ ബ്രദർ, അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാണ്, എന്നെക്കാളും സീനിയറാണ് 1 വർഷം. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഡ്രൈവർ, ഞങ്ങൾ 4 പേരും കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ഈ AC കാറിൽ കോഴിക്കോടേക്ക് പോവാണ്. കോഴിക്കോടേക്ക് പോയി ഞങ്ങളിങ്ങനെ പോയി ഉച്ചയായി തിരിച്ചപ്പം. അപ്പോൾ രാത്രി എവിടെയോ ചെന്ന് കാപ്പിയൊക്കെ ചാപ്പാടൊക്കെ കഴിച്ചു, പിന്നെ ഇപ്പോൾ കൊണ്ടിരിക്കും. അപ്പോൾ കോഴിക്കോട് എത്തണമെങ്കിൽ എനിക്ക് അന്ന് 11 മണിക്കോ 12 മണിക്കോ കണ്ട് നമ്മൾ എത്തുള്ളൂ എന്നുള്ളൊരു കണക്കൂട്ടിലുണ്ടായിരുന്നു. ഈ ഡ്രൈവർ ഉൾപ്പെടെ ഞങ്ങൾ 4 പേരും ബൈ റോഡ് കോഴിക്കോട് പോയിട്ടില്ല. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരിടത്ത് ഭയങ്കര ഇരുട്ട്, റോഡിലൊന്നും അധികം വണ്ടികളൊന്നുമില്ല. ഫ്രണ്ടിലൊരു ലോറി പോകുന്നുണ്ട്. ഈ കാർ ഒരിടത്ത് എത്തപ്പോൾ ഈ ലോറിക്കാരൻ ചവിട്ടി നിർത്തി, ഞങ്ങളും ചെന്ന് പുറകെ ചവിട്ടി നിർത്തി. ഒന്നും കണ്ടുകൂടാ, ഫുൾ ഇരുട്ട്, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, എല്ലാ വണ്ടി നിന്ന്. ഈ ലോറി നിന്നു, ലോറിയുടെ 2 റെഡ് ലൈറ്റ് മാത്രം. ഈ ഡ്രൈവർ കീങ് ഹോൺ അടിച്ചു, അനക്കമില്ല, ഈ വണ്ടി പോകണില്ല. കീങ് വീണ്ടും അടിച്ചു, പോകണില്ല. 2-3 പ്രാവശ്യം അടിച്ചിട്ട് ഈ വണ്ടി പോകണില്ല. നമ്മളപ്പം ഈ റിവേഴ്സ് എടുക്കാന്ന് പറഞ്ഞാൽ പുറകിലും ഒന്നും കണ്ടുകൂടാ, ഫുൾ ഇരുട്ടാ, അന്ന് ക്യാമറയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ 3-4 റൗണ്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡ്രൈവർ പറഞ്ഞു, അയ്യോ കുഴപ്പമായെന്ന് തോന്നുന്നു. അപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ചു. അല്ല, ആ ഡ്രൈവർ ഇറങ്ങി വരണം കേട്ടോ, അവൻ നല്ല സൈസ് ഉണ്ടാവും, മിക്കവാറും ഇടിക്കാനായിരിക്കും വരണമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ നല്ല സൈസ് ഒരാൾ മുണ്ട കൊടുത്തു, ലുങ്കി കൊടുത്ത് നേരെ അടുത്ത് ഇങ്ങനെ നടന്നു വന്നു. ഗ്ലാസ്സിലിങ്ങനെ തട്ടി, AC ഇട്ടിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ജാടയിലിരിക്കുകയല്ലേ, ഗ്ലാസ്സിൽ തട്ടി. അപ്പോൾ ശരിക്കും അടുത്ത ചീത്ത വിളിയും അടിയുമായിരിക്കും എന്നുള്ള ഈ ഡ്രൈവറാണ് പേടിച്ച് പതുക്കെ ഗ്ലാസ് താത്തു. ഒന്ന് അയാൾ എന്ത് ഉണ്ണിയാൾ പറഞ്ഞു, പോണ്ടേ, എങ്ങോട്ട്? അല്ല, മുമ്പോട്ട് പോണ്ടേ, നിങ്ങളിങ്ങനെ നിർത്തിയതുകൊണ്ട് ഹോൺ അടിച്ചാണ്. ഉണ്ണ ലോറിയുടെ ഡ്രൈവർ, ഞാൻ മാറി തന്നാൽ നിങ്ങൾ ഈ ലെവൽ ക്രോസ് ഇടിച്ചിട്ടുകൊണ്ട് പോവുമോ? അവിടെ കുറ്റിപ്പുറം ലെവൽ ക്രോസിൻ്റെ അവിടെയാണ് നിന്നത്. ഈ ലെവൽ ക്രോസിൻ്റെ അവിടെ റെഡ് ലൈറ്റ് ഉണ്ട്, അത് ഞങ്ങൾക്ക് കണ്ടുകൂടാ. ഈ ലോറി ഫ്രണ്ടിൽ നിൽക്കുകയല്ലേ, ഒന്നും കണ്ടുകൂടാ. ഞങ്ങൾ ഫുൾ ചിരി. അപ്പോൾ പറഞ്ഞു, ചേട്ടാ അറിയാതെ പറ്റിപ്പോയിട്ടാ, അബദ്ധം ആദ്യമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ലോറിക്കാരനും ചിരിച്ചു. കാര്യം ഞങ്ങൾക്ക് വഴിയറിവിടാതെ വന്നതാണെന്ന് അയാൾക്ക് മനസ്സിലായി. കാര്യം ഈ ഇരുട്ടാത്ത ഒരു വകയും കണ്ട. എനിക്ക് അവിടെ കറണ്ട് പോയതുകൊണ്ടാണോ ഒന്നും അറിയില്ല, ഒന്നും കണ്ടുകൂടാ. ലോറിക്കാരൻ്റെ പ്രതികരണമാണ് മറക്കാൻ വെക്കാത്ത ജീവിതത്തിൽ. ഞാൻ മാറി തന്നാൽ നിങ്ങൾ ഈ ലെവൽ ക്രോസ് ഇടിച്ചിട്ടോണ്ട് പോവുമോ? വളരെ സീരിയസ് ആയിട്ട്. അപ്പോഴാണ് ശ്വാസം വീണത്. അതെപ്പോഴും ഇപ്പോൾ കുറ്റിപ്പുറത്ത് ഫ്ലൈ ഓവറൊക്കെ ആയി, അപ്പം അവിടെ പോകുമ്പോഴെല്ലാം ഈ കാറിൽ പോയത്. പിന്നെ ആ കാറിന് വേറൊരു സംഭവം കൂടെ ഉണ്ടായി. തളി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ, അത് ഞാൻ പല പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും തളി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യുന്നു. ലാലേട്ടനും രേഖയും അമ്പലത്തിനകത്ത് പ്രദക്ഷിണം വെച്ചിട്ട് വരുന്ന സംഭവം. അപ്പോൾ രാവിലെ 9 മണിക്ക് മുമ്പ് ആ സീക്വൻസ് തീർത്തിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ വേണിച്ചേട്ടൻ രാവിലെ 6 മണിക്ക് ഇറങ്ങും, 7 മണിക്ക് മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങും. ഒരു സീക്വൻസ് രാവിലെ 9 മണിക്ക് മുമ്പ് തീർത്തിരിക്കും, അത് കഴിഞ്ഞാണ് ബ്രേക്ക്. അപ്പോൾ 8:45 അവിടെ കഴിഞ്ഞു, ബ്രേക്ക് പറഞ്ഞു. ലാലേട്ടനെ ഇറങ്ങി കൊണ്ടുവരാനായിട്ട് ഈ കാർ റെഡിയാക്കി നിർത്തിയിരിക്കുക. അപ്പോൾ ഇവരെ 2 പേരും ഈ കാറിൽ കയറ്റിയിട്ട് മഹാറാണി ഹോട്ടലിലേക്ക് വിടണം. ജനമെന്ന് പറഞ്ഞാൽ അതിഭയങ്കര ജനം, ഇടിച്ച് കൂത്തി ജനം സമുദ്രം നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ 2 പേരെ ആരൊക്കെ കൂടെ പിടിച്ച് ഇറങ്ങിക്കൊണ്ടുവന്ന് ഈ വണ്ടി ഒരു വിധത്തിൽ വണ്ടിക്കകത്ത് കയറ്റി. അപ്പോൾ ഈ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഫുൾ ഡാർക്ക് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പം വണ്ടിക്കകത്ത് കയറ്റി ലോക്കിട്ട് ഇവർ 2 രാത്രി വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാൻ വയ്യ. അപ്പോൾ അവിടെ കുറച്ച് ഈ കുഴപ്പം പിടിച്ച ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ലോക്കൽ ഗുണ്ടകൾ വല്ലതും ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിനകത്ത് ഒരുത്തൻ ഭയങ്കര ആവേശമാണ്. അവനാണ് വണ്ടി ഇവിടെ നോക്കില്ല ലാലേട്ടനെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഇവൻ ഈ വണ്ടിക്കകത്ത് ഇങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോൾ ഇവർ കാണാനും ഒത്തില്ല നേരെ. ഇവൻ എന്ത് പറഞ്ഞാൽ ഈ അംബാസഡർ കാറിന് ഫ്രണ്ടിൽ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട് ചെറുത്, ഒരു കല്ലിട്ട് ഈ ക്വാർട്ടർ ഗ്ലാസ്സിൽ ഒറ്റയിടി ഈ ഗ്ലാസ് പൊട്ടിയിട്ട് കയ്യിൽ ബ്ലേഡ് വെച്ചിരിക്കുകയാണ്. ഈ ബ്ലേഡ് വെച്ച് ഈ ഡ്രൈവറുടെ കൈ ഒരൊറ്റ കീറ്, അവൻ്റെ കൈ ഇവിടെ ഇങ്ങനെ കീറി. പക്ഷേ അവൻ നിർത്തിയില്ല, ഇറങ്ങിയൊന്നുമില്ല, വണ്ടി അങ്ങ് വിട്ടു. അപ്പം ഇത് അവിടെ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ മാനേജർമാരും അവരും ഒക്കെ ഉണ്ട്. ഈ കണ്ട് ഈ വണ്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആൾക്കാരൊക്കെ പതുക്കെ അങ്ങ് ഒഴിഞ്ഞു മാറി. അപ്പോൾ ഇവനും അവൻ വേറെ കുറച്ച് പേരുമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഈ നമ്മളെ പ്രൊഡക്ഷൻ മാനേജറുണ്ടായിരുന്നു മോഹൻ ചേട്ടൻ പതുക്കെ ഇങ്ങനെ ആ പ്രൊഡക്ഷൻ്റെ ഈ ഫുഡ് കൊണ്ടുവരുന്നൊരു വണ്ടിയുണ്ട്,
ആ വണ്ടി കറക്റ്റ് അവിടെ നിൽക്കായിരുന്നു. എടാ വണ്ടി റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു. വണ്ടി ഇനി പറയുവാന്ന് പറഞ്ഞു നേരെ. അപ്പോൾ ഇതിനിടയിൽ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ ഇറങ്ങണതിന് ഈ അമ്പലത്തിൻ്റെ പടി ഇറങ്ങി വന്ന് ഈ വണ്ടിക്കകത്ത് കയറുന്നതിന് മുമ്പ് ഇതേ കക്ഷി ഈ ബ്ലേഡിട്ട് മുറിച്ചവൻ ലാലേട്ടൻ്റെ വയറിൽ കയറി പിടിച്ചിട്ടിങ്ങനെ ഒരു ഞെക്കി അയാളുടെ ചേട്ടൻ ഇട്ടിരുന്ന ഷർട്ട് കീറി. ഒറ്റ ഞെക്ക് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഈ ഷർട്ട് കീറി. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാണ് ഇദ്ദേഹം വണ്ടിക്കകത്ത് കയറിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സാറ് ഈ ഗ്ലാസ് പൊട്ടിച്ച് ഈ വേലയും കൂടെ കാണിച്ചത്. അത് കഴിഞ്ഞ് ഇയാൾ ആ വണ്ടി പുറകോട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തിനൊന്നും മനസ്സിലായില്ല. വണ്ടി പുറകോട്ട് വന്ന് നിന്ന് ഡോർ തുറന്ന് കേട്ടടാ അവനെ എന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ഈ ചെയ്തവൻ ഇവൻ അവിടെ കറങ്ങി നിൽക്കുകയായിരുന്നു. നമ്മളെ പ്രൊഡക്ഷനിൽ നല്ല ആരോഗ്യമുള്ള അവനൊരുത്തൻ പിടിച്ച് ഒരൊറ്റ വലി വലിച്ച് ഈ വാനിനകത്ത് കയറ്റി കഥവിടെ ഞാനും കൂടെ കയറി. അത് കയറുമെന്ന് പറഞ്ഞു. ഒരു 4-5 പേരും കൂടെ കയറി. തളി ക്ഷേത്രത്തിൽ നിന്ന് മഹാറാണി ഹോട്ടൽ തൊട്ടടുത്താണ്. പക്ഷേ അവിടെ ചെല്ലണതിന് മുമ്പ് ഇവനെ ഇടിച്ച് പരിപ്പാക്കി. ഞാനിടിച്ചില്ല, എനിക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. ഇവരെല്ലാം കൂടെ ഇടിച്ച് നേരെ അവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കി. ലാലേട്ടൻ റൂമിലുണ്ട്. നിനക്ക് ലാൽ സാറിനല്ലേ കാണട്ടെ, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ച് ഇവൻ്റെ ഷർട്ടൊക്കെ കീറി പറഞ്ഞു പോയി. അവനെ വിളിച്ച് നേരെ ലാലേട്ടൻ്റെ മുറി കൊണ്ടുവന്ന് കഥ വെട്ടി തുറന്ന് പറഞ്ഞു, ചേട്ടൻ്റെ ഉടുപ്പ് കീറി ചേട്ടൻ്റെ പിച്ചേ വന്ന് താമസിക്കണം. അവൻ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ലാലേട്ടൻ എന്താ മോനെ ഇങ്ങനെയാണോ? ചേട്ടൻ്റെ സ്വതസിദ്ധമായ ഭാഷയിൽ വളരെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഞാനും ഒരു മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞു ചേട്ടൻ വളരെ. അപ്പോൾ ചേട്ടൻ അറിയാതെ സ്നേഹം കൊണ്ട് ഇങ്ങനെയാണോ ഉപദ്രവിക്കുകയാണോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നേരെ അകത്ത് പോയി കഥ തുറന്ന് അലമാര തുറന്നിട്ട് നല്ലൊരു ഷർട്ട് എടുത്തവന് ഇതാ ഈ ഷർട്ട് ഇട്ടോന്ന് പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷം. ഇടി കൊണ്ടിട്ടത് ഒരു കാര്യമില്ല, അതിനെക്കാട്ടിലും ഗുണമുള്ള കാര്യം കിട്ടിയില്ലേ. അങ്ങനെ നേരിട്ട് കാണുകയും ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു ഷർട്ടും കിട്ടി, അവൻ ഹാപ്പി ആയിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം എയ്യോട്ടോടെ സെറ്റിൽ വെച്ചുണ്ടായി. ആ വാനിനകത്ത് ഇടിച്ചാരൊക്കെയെന്ന് എനിക്കൊന്നും ഓർമ്മയുണ്ടെങ്കിലും ഞാൻ പറയില്ല. കാര്യം അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ പോയി ഇടി കൊടുക്കും ഇനി തിരിച്ചു തന്നിട്ട്. പക്ഷെ അവന് ലാലേട്ടൻ്റെ ഷർട്ട് കിട്ടി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കിലുക്കത്തിൻ്റെ ഷൂട്ടിങ് ഊട്ടിയിൽ വെച്ചായിരുന്നു. ആ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തിരുവനന്തപുരത്ത് ഗാന്ധിമതി ബാലൻചേട്ടനായിരുന്നു അതിൻ്റെ പ്രോജക്റ്റ് ഡിസൈനർ. അപ്പോൾ ബാലൻചേട്ടൻ്റെ ഓഫീസും അവിടെ തന്നെ തെക്കാട് തന്നെ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാധാകൃഷ്ണൻ ചേട്ടൻ്റെയും വേണിച്ചേട്ടൻ്റെയൊക്കെ വീടിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ ബാലേട്ടൻ്റെ ഓഫീസിൽ പോകും ചുമ്മാ വെറുതെ. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വരുന്നു എന്നറിഞ്ഞത്. അപ്പോൾ ബാലേട്ടൻ എന്നോട് ചോദിച്ചു, നന്ദുവിന് ഒരു ടെക്നിക്കലായിട്ടൊരു ജോലി കൂടെ തന്നാൽ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് RK നായരേട്ടനും മുരളിച്ചേട്ടനും. ഞങ്ങളൊക്കെ അവിടെ തന്നെ ഉള്ള ആൾക്കാരാണ്, ആ ഭാഗത്ത് തന്നെ ഉള്ള. അവിടെ തന്നെ മുരളിച്ചേട്ടൻ അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മുരളി നാഗവള്ളി, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. RK നായരും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഇവരൊക്കെ ബാലൻചേട്ടനും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അവർ ഇങ്ങനെ ഈ ഡിസ്കഷനിടയിൽ ഞാനും ഉണ്ട്. ഞാൻ വെറുതെ, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വേഷം ചെയ്യാം, എന്തായാലും പ്രീജൻ്റെ പടമല്ലേ, നമ്മൾ ഉത്സാഹ കമ്മിറ്റി പോലെ പോവും. എൻ്റെ അടുത്ത് മെസ്സിൻ്റെ ജോലി കൂടെ ചെയ്യാമോ ചോദിച്ചു. മെസ്സിൻ ചാർജായിട്ട് മെസ്സ് നോക്കാമോ? ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മെസ് മാനേജർ എന്നുള്ള ഒരു പോസ്റ്റിൽ ഞാൻ പോയി. അപ്പോൾ നേരത്തെ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 4 ദിവസം 5 ദിവസം മുമ്പേ ഒരു ടെമ്പോ വാനിലാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മെസ്സിൻ്റെ 5-6 പേരും ഞാനും കൂടെ നേരെ ഈ ടെമ്പോ വാനിൽ നേരെ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂർ മാർക്കറ്റിൽ ചെന്ന് കുറേ സാധനങ്ങൾ, അവർക്ക് വേണ്ട കുറേ പാത്രങ്ങൾ എന്തൊക്കെയൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് അവിടെ നേരെ ഊട്ടി. അങ്ങനെ ഊട്ടിയിലത് മുരുക ലോഡ്ജിലാണ് മെസ്സ്. അപ്പം മെസ്സിൻ്റെ മാനേജർ മെസ്സിൽ തന്നെ താമസിക്കണം. ഞാൻ ഈ മുരുക ലോഡ്ജിൽ തന്നെ. അവിടെ ആ കൂടെ 2 റൂമേ ഉള്ളൂ, കുറച്ചെങ്കിലും ഭേദമുള്ള. അതിനകത്തൊരു റൂം എനിക്ക്. പിന്നെ തൊട്ടടുത്ത റൂമിൽ അവിടുത്തെ ലോക്കൽ മാനേജറുണ്ട്, ലോറൻസ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഊട്ടിക്കാരനാണ്. അപ്പോൾ അദ്ദേഹമാണ് ലോക്കൽ മാനേജർ. അപ്പോൾ അദ്ദേഹം എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ അവിടുത്തെ കടകളൊക്കെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവിടെ കടകളിൽ സാധനം വാങ്ങിക്കാനൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിച്ചു. അപ്പം ഈ സാധനം വാങ്ങിക്കുമ്പോഴാണ് മനസ്സിലായത് ഭയങ്കരമായിട്ട് പൈസ വേണേൽ ഉണ്ടാക്കാം. കാര്യം എല്ലാത്തിനും കമ്മീഷനുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ആ കടക്കാരൻ ചോദിച്ചു, ബില്ല് സാധാരണ ഇടുന്ന പോലെ തിരിച്ചിടട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാധാരണ തിരിച്ചിടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അങ്ങനെ പറയണത്, ഒറിജിനൽ എമൗണ്ട് ആയിരിക്കില്ല ബില്ലിൽ വരണത്, വേറെ രീതിയിൽ ഇടും സ്ഥിരമായിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണോ? ഞാൻ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ്.
അപ്പോൾ അതാണ് നോക്കിയപ്പം ആദ്യത്തെ പർച്ചേസിൽ തന്നെ ഒരുവിധം തെറ്റില്ലാത്ത ഒരു എമൗണ്ട്. അപ്പം കണക്ക് കൂട്ടിയപ്പോൾ ഒരു മാസം നിന്നിട്ട് പോകുമ്പോൾ നല്ല ഗംഭീര എമൗണ്ട് കയ്യിലാവും. ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ വേണ്ട, നിങ്ങൾ ആ പൈസയും കൂടെ കുറച്ച് ബില്ലിട്ടാൽ മതി എന്ന് പറഞ്ഞു. ആ കടക്കാരൻ, ആ കടയുടെ പേര് തങ്കസെൽവി എന്നാണ് ആ കടയുടെ പേര്, ഞാൻ മറക്കൂല ഒരിക്കലും. ആ കടയുടെ ഉടമസ്ഥനായി ഇരുന്നിടത്തുനിന്ന് എഴിച്ച് വന്നിട്ട് എന്നെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ജീവിതത്തിൽ, തമിഴാണ് പറഞ്ഞത്, உங்களுக்கு பெரிய வாழ்க்கை இருக்குது சார், இந்த மாதிரி ஒரு ஆளை நான் பார்த்ததே கிடையாது. അപ്പോൾ ഞാൻ പറഞ്ഞു, இந்த மாதிரிയും ആളുങ്ക இருக்குது, എല്ലാവരും ഒരുപോലെ ആണെന്നില്ലല്ലോ, എനിക്ക് എല്ലാവരുടെയും പൈസ വേണ്ട. ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് പറഞ്ഞു, വാങ്ങിച്ചില്ല. എൻ്റെ ചില സുഹൃത്തുക്കൾ പിന്നെ എന്നെ തെറി വിളിച്ചു, വല്ലവൻ്റെ കാശ് എൻ്റെ ഇടയിൽ വാങ്ങിച്ചുകൊണ്ട് പോകാത്തതെന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതല്ല, അങ്ങനെ ശരിയാണ്, നമ്മൾ അധ്വാനിച്ച് കാശുണ്ടാക്കാത്തല്ലേ ഉള്ളൂ, ഇപ്പോഴും വെറുതെ അങ്ങനെ കാശ് ആരുടെയെങ്കിലും കിട്ടിയാൽ എടുക്കുന്ന ശീലം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ കടയിലും ഇതേപോലെ തന്നെ അവർ തരാൻ തയ്യാറായിരുന്നു. ഞാൻ ഒരിടത്തുനിന്നും വാങ്ങിച്ചില്ല. പക്ഷെ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി, പൈസയൊന്നും വാങ്ങിക്കാതിരുന്നിട്ട്. ഒരു ദിവസം എന്നെ കൺട്രോളർ അദ്ദേഹം വിളിച്ചു, ആർ.കെ. നായർ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നന്ദു നാളെ മുതൽ നീ ചെയ്യണ്ട. അപ്പോഴേ 10-15-18 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞു. നാളെ മുതൽ ചെയ്യണ്ട, കാര്യം ബാലൻ സാറ് പറഞ്ഞു നിന്നെ മാറ്റിയിട്ട് വേറൊരാളെ വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ പാര വെച്ച്, അതായത് ഞാൻ പെണ്ണുങ്ങളെ വായി നോക്കിയിട്ട് നടക്കുകയാണ്, ഞാൻ ഇതൊന്നും ചെയ്യണില്ല, ജോലിയും ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒരു കക്ഷി എന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു, ബാലണ്ണൻ്റെ അടുത്ത്. അപ്പോൾ ബാലണ്ണൻ അത് വിശ്വസിച്ചു. അങ്ങനെ അയാളെ മാറ്റിയിട്ട്, അപ്പോൾ ആര് ചെയ്യാം, ഞാൻ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എന്നെ മാറ്റിയിട്ട് അദ്ദേഹത്തിന് വെച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഞാനൊന്നും വാങ്ങിക്കുന്നില്ല എന്ന് അദ്ദേഹം അറിഞ്ഞു കാണും. അപ്പോൾ അദ്ദേഹം പോയിട്ട് പിന്നെ വാങ്ങിച്ചു കാണുമായിരിക്കും, എനിക്കതിനെപ്പറ്റി അറിയില്ല. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ അദ്ദേഹം എന്ന് പറയുന്നത് ആ ലൊക്കേഷനിലുണ്ടായിരുന്ന മറ്റൊരു ടെക്നീഷ്യനാണ്. ഞാനത് ആരെന്നൊന്നും പറയില്ല, കാര്യം ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹം ചെയ്യുന്ന ജോലിയോ ഒന്നും ഞാൻ പറയണില്ല. അങ്ങനെ പിന്നെ പുള്ളിക്കാരനാണ് ബാക്കി ഉണ്ടായിരുന്ന 8-10 ദിവസം ഈ ജോലി ചെയ്തത്. അത് ഇതിനു വേണ്ടിയാണോ എന്ന് അറിയില്ല, മിക്കവാറും ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അന്ന് ആ പറഞ്ഞ ദിവസം ഞാൻ കംപ്ലീറ്റ് ഫയലും എൻ്റെ മുറിക്കകത്ത് മുഴുവൻ കണക്കുകളും മുഴുവൻ ഇരിക്കുക, വൗച്ചേഴ്സും എല്ലാം ഇരിക്കും. ഞാൻ എല്ലാം ടാലി ചെയ്ത് റെഡിയാക്കി, ഒരു 3-4 മണിക്കൂർ എടുത്തത് ചെയ്യാൻ. എല്ലാം ചെയ്ത് പെട്ടെന്ന് തിരിച്ച് എല്ലാം ഏൽപ്പിക്കണമല്ലോ. അപ്പോൾ ഒരു 3200 രൂപ എന്തോ കുറവ്. അത് ഈ എണ്ണി വന്നപ്പോൾ ഉണ്ടായ എനിക്ക് പറ്റിയ എവിടെയോ തെറ്റ് പറ്റിയതാണ്. പണ്ടേ പറഞ്ഞില്ല, കണക്കിലൊക്കെ വളരെ മോശമായിരുന്നു. ഞാനാണ് ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഞാനൊരു വൗച്ചർ കീറിയിട്ട് എൻ്റെ റെമ്യൂണറേഷൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് 3200, എനിക്ക് ഓർമ്മയില്ല, 3000 എത്ര രൂപയായിരുന്നു ഞാൻ എഴുതി. ആ വൗച്ചറിനെ സ്റ്റാമ്പിട്ട് ഒപ്പിട്ട് സൈൻ ചെയ്ത് ഞാൻ ഇതുമായിട്ട് എല്ലാ ഫയലുമായിട്ട് പോയി. ഈ വൗച്ചറിന് ആദ്യം വച്ചിരുന്നു. എന്നിട്ട് ഞാനിതെല്ലാം കൂടെ നായർ സാറിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ അതാ മുഴുവൻ ഫയലും ഉണ്ട്, കണക്കെല്ലാം ടാലിയാണ്, എല്ലാം നോക്കിക്കോളൂ, ഇത്രയും ദിവസത്തെ കണക്കുണ്ട്, വാങ്ങിച്ചത്, അതിൻ്റെ വരവ് ചില എല്ലാം ഉണ്ട്. ഒരു 10,000 രൂപ കുറവുണ്ടായിരുന്നു, അത് എനിക്ക് കണക്കൂട്ടിൽ തെറ്റിപ്പോയതാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ അഡ്വാൻസ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ് ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട് ആ പൈസ. അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് മിസ്ലേനിയസ് എന്ന് എഴുതിയിട്ട് നീ വിട്ടുതരാം, അത് ആ 3000 രൂപയല്ലേ ഉള്ളൂ, മിസ്ലേനിയസ് എന്ന് എഴുതി വിട്ടുതരാം, അത് കണക്കൊക്കെ പലയിടത്തും അങ്ങനെ എല്ലാവർക്കും ചെറിയ തെറ്റൊക്കെ പറ്റും, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഗുഡ് നൈറ്റ് മോഹൻ സാറിൻ്റെ പടമാണ്. ഞാൻ പറഞ്ഞു ഗുഡ് നൈറ്റ് മോഹൻ സാറല്ല, ഇനി ഏത് ആളുടെ പടമായാലും എനിക്ക് ആ പൈസ വേണ്ട, അത് ഞാൻ എൻ്റെ റെമ്യൂണറേഷനായിട്ട് കിഴിച്ചാൽ മതി, അല്ലാതെ പൈസ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നായർ സാറും ഇവിടെ തന്നെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വെരി ഗുഡ്, നല്ല സ്വഭാവമാണ്, ജീവിതത്തിൽ എപ്പോഴും ഈ സ്വഭാവം കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പൈസ എന്തോ കിട്ടി പടത്തിന്, പക്ഷേ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പക്ഷേ അതിനകത്ത് കുറേ അഭിനയിച്ചു. അപ്പോൾ അതിനകത്തുണ്ടായ ഒരു സംഭവം ഇതാണ്, അഭിനയിച്ച സീനുകളെല്ലാം എഡിറ്റ് ചെയ്തപ്പോൾ കട്ട് ചെയ്ത് പോയി. അതിനകത്ത് കുറേ ആൾക്കാരുടെ, ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ ഫുള്ളുണ്ടായിരുന്നു ആ പടത്തിൽ, അത് മുഴുവൻ കട്ട് ചെയ്ത് പോയി. മുരളി ചേട്ടൻ്റെ കുറേ പോയി, ദേവേട്ടൻ്റെ കുറേ പോയി. അതിനകത്ത് മേജറായിട്ട് പോയത് മുഴുവൻ ഈ ജഗദീഷ് ചേട്ടൻ്റെയാണ്. അദ്ദേഹം അതിനകത്ത് ആ പാട്ടിലെങ്ങാണ്ട ഒരു ശകലമേ ഉള്ളൂ. ശരിക്കും അദ്ദേഹവും ഈ നിശ്ചലിനെ പോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫറാണ്. അവർ തമ്മിലുള്ള
കുറേ സീക്വൻസ് ഉണ്ട്. അത് മുഴുവൻ കോമഡിയാണ്. ചിരിച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ചിരിച്ച് തകർന്നു പോകും. അത്രയ്ക്ക് നല്ല തമാശകളായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തും കൂടെ പ്രിയഞ്ജൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ ഭാഗം എത്ര 10,000 അടിയെങ്കിലും എഡിറ്റ് ചെയ്ത് കളഞ്ഞാണ്. അത് തന്നെ ഫുൾ തമാശയായിരുന്നു. ഈ സീരിയസ് ട്രാക്കിൻ്റെ കൂടെ തന്നെ തമാശയും എല്ലാവരും കണ്ട സിനിമയാണ്, അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അത് സിനിമയിൽ ഇല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞ് ഒരു സിനിമയായിട്ട് അത് ഇറക്കിയിരുന്നെങ്കിൽ ആ സിനിമയും ഒരു 250 ദിവസം ഓടിയാണ്. കാര്യം അതും ഉണ്ടായിരുന്നു കുറേ രസകരമായ സീക്വൻസുകൾ. പക്ഷേ ആ സിനിമയുടെ പ്രിൻ്റ് പോലും ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ പല പടങ്ങളും റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രിൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഇറക്കാത്തതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഇപ്പം ഞാൻ അഭിനയിച്ചപ്പോൾ ഉള്ള കുറേ സീക്വൻസുകൾ പോയത്, ഡയലോഗൊക്കെ ഉള്ള സീനുകളുണ്ടായിരുന്നു, അതെല്ലാം കട്ടായിപ്പോയി. ആ ഡോബി ഘാട്ടിലെ ഒരു ഏജൻറ്റ് പോലെ ആയിരുന്നു ഞാൻ. പിന്നെ അതിനകത്ത് ഈ ഗണേഷ് കുമാറിൻ്റെ കൂടെ ബൈക്കിൽ വരുന്നത് മാത്രമുള്ള ഒരൊറ്റ സീനിൽ ആയിപ്പോയി, ബാക്കി മുഴുവൻ കട്ടായിപ്പോയി. അങ്ങനെയാണ് കിലുക്കം. അത് 1 മാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഊട്ടിയിലൊരു സിനിമയ്ക്ക് പോകുന്നത് അഹത്തിൻ്റെ ഷൂട്ടിങ്ങാണ്. ഈ അഹത്തിൻ്റെ അതിനിടയിൽ കമലദളം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. കമലദളം നല്ല രസകരമായ കുറേ അനുഭവങ്ങളുണ്ട്. അത് ലാലേട്ടൻ അദ്ദേഹം താമസിക്കുന്ന വേറൊരു വലിയ വീട്ടിലായിരുന്നു. ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പലപ്പോഴും അവിടെ അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് അവിടെ തന്നെ ആയിരിക്കും. അപ്പോഴാണ് അദ്ദേഹം ഡാൻസ് പഠിക്കുന്നത്. അദ്ദേഹം അവിടെ ഡാൻസ് മാസ്റ്റേഴ്സ് വന്ന് 1-2 പേരുണ്ടായിരുന്നു, അവർ വന്ന് പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ നമുക്കത് കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റൂല. അത് അങ്ങനെ ഡെഡിക്കേഷൻ കാണിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എവിടെയെങ്കിലും ഒരു എന്താ പറയുക, ഒരു മടിയുടെ ഒരു ലാഞ്ചന നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന് ഒരു മടിയില്ല. ഭയങ്കര എത്ര ക്ഷീണിച്ചാലും അവരും ടീച്ചർ പറയുകയാണ് നമുക്ക് വേണ്ട ഇനി നാളെ ഇല്ല, നമുക്ക് കുറച്ചുകൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് നിന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് അദ്ദേഹം. അത് ഈ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തുടങ്ങി. പക്ഷേ ഈ ഷൂട്ടിംഗ് സമയത്തും ദിവസങ്ങളിൽ ഫ്രീ ആയിരിക്കുന്ന സമയത്തെല്ലാം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം ആ സിനിമയിൽ കാണാനുമുണ്ട്. അങ്ങനെ ഈ കമലദളത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഞാൻ ഫുള്ളുണ്ടായിരുന്നു. കമലദളത്തിനകത്ത് അഭിനയിക്കുമ്പോൾ ഷിബിസാറിൻ്റെ സിനിമയാണ് കമലദളം. അതിനകത്ത് ഉപനായകനാണ് വിനീത്. ആ വിനീതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് നായികയോട് പ്രേമം, നായികയ്ക്കാണെങ്കിൽ നായകനോട് പ്രേമം. അങ്ങനത്തെ ഒരു സിനിമയിൽ ഇയാൾ പോയി സംസാരിച്ചിട്ട് നാണം കെട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയും, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി ഞാൻ പാട്ട് പാടും. ഇയാൾ വന്നിട്ട് ഒരൊറ്റ അടി എൻ്റെ ചെവിക്കല്ലിന് തരും. ആ സീക്വൻസ് നാളുകൾക്ക് ശേഷം പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ഷിബിസാറിൻ്റെ ആ സിനിമയിൽ നായകൻ സുരേഷ് ഗോപിയാണ്, നായിക മഞ്ജു വാര്യര. പക്ഷേ അതിനകത്ത് ഉപനായകനായിട്ട് വരുന്ന ബിജു മേനോൻ ഇതേപോലെ നായികയോട് പ്രേമം, പക്ഷെ നായികയ്ക്ക് നായകനോടാണ് പ്രേമം. ഇതേപോലെ തന്നെ കമലദളത്തിലെ പോലെയല്ല, അതിനകത്ത് ഉപനായകൻ്റെ ഫ്രണ്ടാണ് ഞാൻ. ഇതേപോലെ പോയി സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പം ഇതേ പാട്ട് ഞാൻ പാടും, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി പമ്പഴം കാക്ക കൊത്തിപ്പോയി. വിനീത് ചെവുക്കല്ല അടിച്ചത്, പക്ഷേ ബിജു മേനോൻ കാല് മുടക്കി ഒരു ഒറ്റ ചവിട്ട് ഞാൻ സ്കൂട്ടർ കൂടെ പറഞ്ഞു വിടും. ഞാൻ ഷിബിസാറിനകത്ത് പറഞ്ഞു, സാർ ഇതേ സീക്വൻസ് ഇതേപോലെ തന്നെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ശരിയാണല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പം അതിനിടയിൽ പറഞ്ഞൊരു സംഭവം എന്നേ ഉള്ളൂ. അപ്പോൾ കമലദളം ഈ പാട്ട് ഷൂട്ടിങ്ങും എല്ലാം കഴിഞ്ഞ ഫുൾ ടൈം എനിക്ക് വർക്കില്ലെങ്കിലും ഞാൻ സെറ്റിൽ കാണും, ലാലേട്ടൻ്റെ ഒപ്പം തന്നെ കാണും. അപ്പോൾ ഭയങ്കര രസകരമായ കാര്യം, ഫുൾ പാട്ടും ഡാൻസും ഒരുപാട് ആർട്ടിസ്റ്റുകളും. മാത്രമല്ല ആ ചെറുതുരുത്തിയിലുള്ള കലാമണ്ഡലത്തിനകത്ത് കൂത്തമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഭയങ്കര ആ അറ്റ്മോസ്ഫിയർ മൊത്തം നല്ല രസമാണ്. കാര്യം അവിടെ എല്ലാം സംഗീതവും കലകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു ഫീലിംഗാണ്. ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ളൊരു സ്ഥലം. പ്രത്യേകിച്ച് ആ കൂത്തമ്പലത്തിനകത്ത് കയറുമ്പം അതിനേക്കാളിലും കേമം. പിന്നെ ഷൂട്ടിങ് ഇതിൻ്റെ ഭാഗമായിട്ട് ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങൾ, അത് ഭാരതപ്പുഴയുടെ കരയിലും ഒക്കെ വേറെ സ്ഥലത്ത് സെറ്റൊക്കെ ഇട്ടത്, അതുമൊക്കെ എല്ലാം കൊണ്ടും ഭയങ്കര രസകരമായ അനുഭവമായിരുന്നു. അപ്പം ആ കമലദളത്തിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ക്ലൈമാക്സ് സോങ്ങാണ് ലാസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. 4 രാത്രികളിലായിട്ടാണ് ഈ
കമലദളത്തിലെ സുമുഹൂർത്തമായി എന്ന് തുടങ്ങുന്ന ആ പാട്ടിന് അത് ക്ലൈമാക്സ് അതിൻ്റെ ഷൂട്ടിങ് 4 ഫുൾ നൈറ്റാണ്. അപ്പം അഹെന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്, അഭിനയിക്കുന്നുണ്ട്. ലാലേട്ടൻ അറിയാതെ. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചാൽ നീ എങ്ങനെ ഇവിടെ നിന്ന് ഊട്ടിക്ക് പോകണം? ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എങ്ങനെ പോകും, വേണ്ട എൻ്റെ വണ്ടി നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 6 മണി വരെ ഷൂട്ട് ചെയ്തിട്ട് ചേട്ടൻ പാക്ക് ചെയ്തിരിക്കുകയായിരുന്നു, ഞാനും റൂമിൽ പോയി പാക്ക് ചെയ്തിരിക്കുകയായിരുന്നു. പെട്ടിയൊക്കെ എടുത്ത് കുളിച്ച് റെഡിയായിട്ട് ചേട്ടൻ്റെ കൂടെയാണ് ഞാൻ കാറിൽ കയറി അവിടെ നിന്ന് ഷൊർണൂരിൽ നിന്ന് ഊട്ടിക്ക് പോണത്. അന്ന് ഊട്ടിയിൽ ഒരു 4 ദിവസം ഷൂട്ടേ ഉള്ളൂ. ഒരു ചെറിയ ഷെഡ്യൂൾ പാട്ട് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയുന്ന പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പോയതാണ്. അപ്പോൾ ഡയറക്ടർ ശ്രീ രാജീവ് നാഥ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഷോ ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ ഒക്കെ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും ക്യാമറാമാൻ സന്തോഷ് ശിവൻ ചേട്ടനാണ്. അവർ രണ്ടുപേരും കൂടെ അവരൊക്കെ യൂണിറ്റൊക്കെ അവിടെ വന്നു. ഞങ്ങളവിടെ ചെന്ന് അന്ന് അവിടെ ഷൂട്ടിങ്ങിന് ഊട്ടിയിൽ ഈ പാട്ടെടുക്കണം. 3 ദിവസം 4 ദിവസമുണ്ട്. അപ്പോൾ ക്ലൈമാക്സ് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് വെസ്റ്റേൺ കാച്ച്മെൻ്റ് എന്നാണ്. ഇപ്പോൾ അവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്നറിയില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് കുറേ പടം ഞാനൊരു 2-3 പടത്തിന് അവിടെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഷൂട്ടിങ്ങിന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ വെസ്റ്റേൺ കാച്ച്മെൻറ്റിലാണ് ഷൂട്ടിങ്. നമ്മൾ ഊട്ടിയിൽ നിന്ന് ഒരു 3 മണിക്കൂർ 2.5-3 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. അവിടെ ഇപ്പോൾ അവിടെ എങ്ങനെയാണ് പോകണമെന്ന് എനിക്ക് എവിടെയാണ് വഴിയെന്ന് പോലും എനിക്കറിയില്ല. അന്ന് ഇതുപോലെ ഏതോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്തൂടെയൊക്കെ വേണം പോകാൻ, അവരുടെ പെർമിഷൻ വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്താവുള്ളൂ. അവിടെ ഈ ഏറ്റവും വലിയ മരം പോലും ഇത്ര വളരുള്ളൂ. അതുകൊണ്ടാണ് അവർ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു. അവിടെ പക്ഷേ വലിയ മരങ്ങളൊന്നുമില്ല, എല്ലാം ഇത്രയൊക്കെ ഉള്ള മരങ്ങളേ ഉള്ളൂ. അവിടെ ഒരു ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ്, അതാണ് വെസ്റ്റേൺ കാച്ച്മെൻറ്റ്. 3 കാച്ച്മെൻറ്റ് ഏരിയ എന്തോ ഉണ്ട് അവിടെ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടെയാണ് ഇത് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് ഡേ 2 ദിവസം ഒറ്റ ദിവസം ഷൂട്ട് ചെയ്തിട്ട് വരാനുള്ള പരിപാടിയായിരുന്നു. അപ്പം ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞു ഷൂട്ടിംഗ് തീർന്നില്ല. കാര്യം അപ്പം തന്നെ ലേറ്റായി. പിന്നെ തുടങ്ങിയപ്പം കുറച്ച് സമയം മഴ എന്തോ പെയ്യും, എന്തൊക്കെ കുറേ ഡിലേ വന്നു. അപ്പോൾ ഷൂട്ടിംഗ് ഇല്ല. അപ്പോൾ പോയിട്ട് തിരിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണ്. കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 3-4 മണിക്കൂർ, പിന്നെ അവിടെ നിന്ന് അടുത്ത ദിവസം. അപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ ഡയറക്ടർ എല്ലാവരും കൂടെ തീരുമാനിച്ചു അവിടെ താമസിച്ചിട്ട് അടുത്ത ദിവസം കൂടെ ഷൂട്ട് ചെയ്തിട്ട് പോകാം. പക്ഷേ അവിടെ താമസിക്കാനായിട്ട് അവിടെ ഒരു സ്ഥലവുമില്ല. അവിടെ ആകെ കൂടെ ഉള്ളത് അവിടെ ഫോറസ്റ്റിൻ്റെയോ ആരുടെയും കണ്ട ഒരു ക്യാമ്പ് ഷെഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് 2 ഹാളും കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു ബിൽഡിങ് 2 ചെറിയ ഹാളും ഒരു മുറിയും. ആ മുറിയിലൊരു 2-3 കട്ടിൽ കിടപ്പുണ്ട്. ഇവിടെ കട്ടിലൊന്നുമില്ല. അപ്പോൾ അവിടെ കിടക്കണം. അപ്പോൾ തീരുമാനിച്ചു ഈ മുറിക്കകത്ത് ലാലേട്ടനും ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ അവിടെ ആ മുറിയിൽ, ബാക്കി ആൾക്കാർ ടെക്നീഷ്യൻസ് എല്ലാം കൂടെ ഒരു 10-60 പേരുണ്ട്. 50 പേരെങ്കിലും കാണും, കറക്റ്റ് എണ്ണം എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ കിടക്കാണ്. അങ്ങനെ ഇത് തീരുമാനിച്ചപ്പോൾ തന്നെ ഉച്ചയ്ക്ക് തന്നെ ഒരു വണ്ടിയിൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അടൂരുള്ള ബദറുദ്ദീൻ എന്ന് പറഞ്ഞാൽ ബദറുക്കയുണ്ട്. ബദറുക്ക ഈ ഡയറക്ടർ രാജീവ്നാഥിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ രാജീവ്നാഥ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഞങ്ങൾ ബാബുച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ബാബുച്ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ബദറുക്ക. എന്ത് ചെയ്തു, കാറും എടുത്ത് നേരെ ഊട്ടിക്ക് പോയി. അന്ന് ഉച്ചയ്ക്ക് തന്നെ, കാര്യം തീരില്ല എന്നറിഞ്ഞൊരു പ്ലാൻ ഇങ്ങനെ ആക്കാമെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ പോയി. അദ്ദേഹം എവിടെ നിന്നോ വാടകയ്ക്ക് എടുത്തു, 50-60 ഈ കമ്പിളിയും ഈ ബെഡ് റോളും എടുത്തു. നമുക്കുള്ള ഫുഡ്, പിന്നെ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് ബ്രെഡ്, ജാം, അത്തരം കാര്യങ്ങൾ, പിന്നെ ചില കുപ്പികൾ, ഇതൊക്കെ എടുത്തിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ 5:30-6 മണിയായപ്പോൾ ഷൂട്ടിംഗ് തീർന്നു. എന്നിട്ട് ഇതിനകത്ത് കയറി. അപ്പോൾ ഇവർക്കൊക്കെ ആ മുറിയും കൊടുത്തു. നമ്മളിവിടെ ടെക്നീഷ്യൻസ് എല്ലാ യൂണിറ്റിലെ ആൾക്കാരെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഷീറ്റും പിരിഞ്ഞ് ഞങ്ങൾ കിടന്നു. അടുത്ത ദിവസം ഈ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ അതിനുള്ള മുറിയും കാര്യങ്ങളൊന്നും ഇല്ല. എങ്ങാണ്ട് ചെറിയ ഇടി വീണ ഒരു മുറി മാത്രമേ ഉള്ളൂ, ബാത്റൂം. അതൊക്കെ പിന്നെ പബ്ലിക് ഓപ്പൺ സ്പേസ് തന്നെ. വെള്ളമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെള്ളം എന്തോ ഉണ്ടായിരുന്നു, പൈപ്പ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞങ്ങളത് ബ്രെഡൊക്കെ കഴിച്ചു. കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒറ്റ കാറ് സ്റ്റാർട്ടാവില്ല. കാര്യം ഒന്നാമത് ഭയങ്കര തണുപ്പ്. ഈ കാറെല്ലാം പഴയ അംബാസഡർ വണ്ടിയല്ലേ, അത് എല്ലാം അതിന് ഡീസൽ കട്ട പിടിച്ചു പോയി.
ഒറ്റ വണ്ടി സ്റ്റാർട്ടാവില്ല. ഒരേ ഒരു വണ്ടി സ്റ്റാർട്ടായി, കാറല്ല, യൂണിറ്റ് വണ്ടി, ആനന്ദ് സിനി സർവീസിൻ്റെ വാൻ, വലിയ ബസ്, അത് മാത്രം സ്റ്റാർട്ടായി റെഡിയായി ഇങ്ങനെ നിൽക്കുക. ബാക്കിയൊക്കെ ദേ കിടക്കണം അവിടെ. അപ്പോൾ ഡയറക്ടർ വെച്ച് എന്നാൽ പിന്നെ എല്ലാവർക്കും ഇതിൽ പോകാമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആക്ടർ ആയിട്ട് ഒരാളേ ഉള്ളൂ, ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാബുചേട്ടൻ ചോദിച്ചു, ലാലേ എങ്ങനെ ഇതിൽ പോകാമല്ലേ? പിന്നെ നമുക്ക് ഇതിൽ പോകാമെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഈ വണ്ടിയിൽ കയറി ഫുള്ള് ആൾക്കാർ. ഇപ്പോൾ യൂണിറ്റുള്ള കുറേ പേര് കയറി മുകളിൽ, വണ്ടിയുടെ മുകളിൽ കയറിയിരുന്നു. ഫ്രണ്ടിൽ കുറച്ച് 5-8 പേർക്ക് ആ ബസ്സിനകത്തിരിക്കാം, ഫ്രണ്ടിൽ സീറ്റുണ്ട്. ബാക്കി ജനറേറ്ററും ലൈറ്റും ഒക്കെ ഇരിക്കുകയാണ്. ഒരു 8-10 പേർക്ക് അവിടെ ഇരിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ ഡയറക്ടറിനും ക്യാമറാമാനും ലാലേട്ടനും അസോസിയേറ്റും അങ്ങനെ കുറേ ആൾക്കാർക്കൊക്കെ സ്ഥലം കിട്ടി. അവരൊക്കെ ഇരുന്നു. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഡോറിൻ്റെ അവിടെയൊക്കെ നിന്നു. ബാക്കി നിറഞ്ഞ് ഫുള്ള് യൂണിറ്റ് ആൾക്കാരെല്ലാവരും കയറി. അപ്പോൾ അവിടെയുള്ള കാറിൻ്റെ ഡ്രൈവേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ വണ്ടിയിലുണ്ട്. അവരിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പിന്നെ തീയൊക്കെ ഇട്ട് വേണം സ്റ്റാർട്ട്, അടിയിൽ തീയൊക്കെ ഇട്ട് ചൂടാക്കിയിട്ടൊക്കെ വേണം സ്റ്റാർട്ടാക്കാൻ. അങ്ങനെ അവർ അത്തരം കാര്യങ്ങളായിട്ട് അവരവിടെ നിന്നു. ഞങ്ങൾ ഫുള്ള് ഈ വണ്ടിക്കകത്ത് കയറി ഈ ബസ്സിൽ പാട്ടൊക്കെ പാടി ഭയങ്കര രസം. കാര്യം ആ യൂണിറ്റുള്ളവർക്ക് ഭയങ്കര ആവശ്യം. കാര്യം നായകൻ ലാൽ സാർ ഇതിനകത്തിരിക്കുകയാണ്. അപ്പം പാട്ടൊക്കെ പാടി ഭയങ്കര ജോളിയായിട്ട് ഞങ്ങൾ ലൊക്കേഷൻ ചെല്ലുന്നു. ഒരു ഷോട്ട് എടുക്കുന്നു, 2 ഷോട്ട് കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും അടുത്ത് വേറെ ലൊക്കേഷൻ പോകുന്നു, അവിടെ ഷോട്ട് എടുക്കുന്നു. അപ്പോഴത്തേക്കും വണ്ടി കാറൊക്കെ ശരിയായി എല്ലാം വന്നു. പിന്നെ ആ ഷൂട്ടിങ് അന്നത്തോടെ അവിടെ കഴിഞ്ഞു. പക്ഷേ അതൊരു ഭയങ്കര രസകരമായ അനുഭവമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വണ്ടിയിൽ പോകാമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര രസമായ ഒരനുഭവമായിരുന്നു. അമ്പിളി ചേട്ടനുണ്ട്, ജനാർദ്ദൻ ചേട്ടനുണ്ട്, പ്രസാദ് സാറുണ്ട്, കുറേ ആർട്ടിസ്റ്റുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ മേക്കപ്പ് ഇട്ട് റെഡിയായി, എല്ലാവരും ഇദ്ദേഹവും അമ്മുഖയും റെഡിയായി നിൽക്കുക, എല്ലാവരും റെഡിയായി നിൽക്കുക. അപ്പോൾ ഇത് ചെയ്യണ്ടേ? അപ്പോൾ ഡയറക്ടർക്ക് ആകെ ടെൻഷനായി. ഒന്ന് ചോദിച്ചു, സാറത് അഡ്ജസ്റ്റ് ചെയ്യുക, അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഒരു ഫൈറ്റല്ലേ അത്, ഒരു ഫൈറ്റ് ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കയറി ഇങ്ങനെ കാണാൻ കാണിക്കാൻ പറ്റുന്നതല്ലോ. ഫൈറ്റ് മാസ്റ്റർ വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം എന്നുള്ള ഇതിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ വെറുതെ ചുമ്മാ സൗണ്ട് ഇങ്ങനെ പതുക്കും, ഡയറക്ടർ പെർമിഷൻ തരാമെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന് അത് എന്താ പറഞ്ഞേ? അല്ല, ഞാൻ പറഞ്ഞു സാറ് പെർമിഷൻ തരാമെങ്കിൽ ഞാൻ ഈ ഫൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു.